യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുകയാണ്. സ്നേഹിതരെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള പ്രോഗ്രാം കവലകൾ തോറും മാറി മാറി വ്യത്യസ്ത സഭാവിഭാഗങ്ങൾ ചേർന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തപ്പെടുന്നത് ഇതിന്റെ ആവശ്യകത എന്താണെന്നൊരു പക്ഷേ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടാകുകയില്ല. നമുക്കറിയാം, മഹാരഥന്മാർ പറഞ്ഞിട്ടുള്ളത് പോലെ, നാം കേട്ടിട്ടുള്ളത് പോലെ, കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ പ്രകൃതി രമണീയമായ, കണ്ടാൽ ആസ്വദിക്കത്തക്ക നിലവാരമുള്ള ഈ കൊച്ചു കേരളം എന്തുകൊണ്ടും ഭാഷാ പരിജ്ഞാനം കൊണ്ടും വിദ്യാസമ്പന്നത കൊണ്ടും തുളുമ്പി നിന്ന ഈ കൊച്ചു കേരളത്തിന്റെ തനിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, സ്നേഹിതരെ, എന്താണ് ഈ കൊച്ചു കേരളത്തിന്റെ പ്രൗഢഗംഭീരത മാറുവാനുള്ള കാരണം? നമുക്കറിയാം, ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു: കേരളം ഒരു ഭ്രാന്താലയമാണ്. അക്ഷരാർത്ഥത്തിൽ ഇന്ന് നാം ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഏത് മനുഷ്യനും, കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഏത് മനുഷ്യനും ഒറ്റ സ്വരത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. എന്താണ് കാര്യം? ഈ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെട്ടിരുന്ന ഈ കൊച്ചു കേരളം ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഒരു കാര്യം? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആവിർഭാവം, കവിഞ്ഞൊഴുക്ക് കേരളത്തിന്റെ ഓരോ കുടുംബത്തിലും ഓരോ ദേശത്തും മനുഷ്യനെ മൃഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം എത്തപ്പെട്ടിരിക്കുകയാണ്. സ്നേഹിതരെ, അതുകൊണ്ട് ഈ സാഹചര്യത്തിന്, ഈ പ്രവണതയ്ക്ക് മാറ്റം വരുത്തുവാൻ ഇന്നിന്റെ മണ്ണിൽ പിറവി കൊണ്ടിട്ടുള്ള ഒരു മനുഷ്യനും കഴിയത്തില്ലെന്ന് ആവേശത്തോടും ആത്മാർത്ഥതയോടും ഈ പകലിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. സ്നേഹിത, ഈ മദ്യവും മയക്കുമരുന്നും കുടുംബങ്ങളെ തകർച്ചയിലേക്കും ദുഷ്പ്രവണത്തിലേക്കും ദുഷ്പ്രവൃത്തിയിലേക്കും വലിച്ചിഴയ്ക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം. ഈ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന ഈ കൊച്ചു കേരളം അതിന്റെ തനിമ നഷ്ടപ്പെടുത്തി, സാഹോദര്യം നഷ്ടപ്പെടുത്തി വലിയ വിപത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എന്നാൽ ഇതിനെങ്ങനെ വഴിനിർത്തുവാൻ കഴിയും? കുടുംബങ്ങളെ എങ്ങനെ രക്ഷിക്കുവാൻ കഴിയും? സമൂഹത്തെ ഈ തിന്മയിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാൻ കഴിയും എന്ന് ഈ നാളുകളിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാപത്തിൽ മൂക്കുത്തി വീഴുന്ന, മദ്യലഹരി അടിമപ്പെട്ടു പോകുന്ന, സാമൂഹിക തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യരെ വീണ്ടെടുക്കാൻ ഇന്നിന്റെ മണ്ണിൽ പുറമേണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഒരു മതനേതാക്കന്മാർക്കോ ഒരു താത്വിക ചിന്തകന്മാർക്കോ സാധിക്കത്തില്ലെന്ന് ഇന്ന് തൽക്കാലം ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. പിന്നെ പാപത്തിൽ അടിമപ്പെട്ടു പോകുന്ന, അക്രമങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന, സാമൂഹിക തിന്മകൾക്ക് അടിമപ്പെട്ടു പോകുന്ന മനുഷ്യനെ എങ്ങനെ നേടുവാൻ കഴിയും? ഒരേ ഒരു മാർഗം മാത്രമേ അതിനുള്ളൂ. അത് ഞങ്ങൾ വിശ്വസിക്കുന്ന നിസ്തുലനായ യേശുക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ. വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തൻ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടിട്ടുള്ള ഒരു നാമവുമില്ല. യേശു ആരാണ്? മാനവ ഹൃദയത്തിനകത്ത് നിന്ന് ഉദിച്ചു കൊണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. യേശു ആര്?
യേശു സ്വന്തം കരം കൊണ്ടൊരു വചനം എഴുതിയിട്ടില്ല, യേശു ഒരു പാട്ട് എഴുതിയിട്ടില്ല. എന്നാൽ യേശുവിനെ കുറിച്ചുള്ള പാട്ടുകളും അവനെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വിറ്റഴിയപ്പെടുന്നത് നിരവധിയാണ്. അവന്റെ മകത്തര വചനങ്ങൾ എഴുതപ്പെട്ടുള്ളതായ പുസ്തകങ്ങൾ, രചിക്കപ്പെട്ടുള്ള പുസ്തകങ്ങൾ നിരവധിയാണ്. ലോകത്തിൽ ഇന്നും നിരന്തരം പ്രസംഗിക്കപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉച്ചസ്വരം വിളിച്ചു പറയുന്ന നസ്രേനായ യേശുവാണവൻ. മാത്രമല്ല, ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന മനുഷ്യർക്ക് ജാതി മത വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ അനുകരിക്കാൻ കൊള്ളാമെന്ന്, ആരാധിക്കാൻ കൊള്ളാമെന്ന്, ആശ്രയിക്കാൻ കൊള്ളാമെന്ന് ഒരു വ്യക്തി ഞങ്ങൾ വിളിച്ചു പറയുന്ന ഉന്നതത്തിൽ നിന്ന് ഊഴിലേക്ക് ഇറങ്ങി വന്ന നിസ്തുലനായ യേശു എന്ന് വിളിച്ചു പറയുന്നതിൽ നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കേൾക്കുന്നവരെ, മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഇറങ്ങിത്തെളിച്ച, മനുഷ്യന്റെ പാപം ഏറ്റുവാങ്ങിയ യേശുവിൽ കൂടെ അല്ലാതെ മനുഷ്യന്റെ പാപങ്ങൾക്ക് താഴ്ത്തിക്കളയാൻ, മനുഷ്യന്റേതായ പാപത്തെ മാറ്റിക്കളയുവാൻ, മനുഷ്യന്റെ പാപത്തെ കുഴിച്ചിടുവാൻ യേശുവിൽ കൂടെ അല്ലാതെ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടുള്ള ഒരു നാമവുമില്ല. നമുക്കറിയാം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഓർക്കണം, ഇന്ന് തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്, നന്മകൾ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. തിന്മയിലേക്ക് കൂടുന്ന ജനത്തിന്റെ സംഖ്യ വർദ്ധിക്കുകയും നന്മയിലേക്ക് വരുന്ന ജനത്തിന്റെ എണ്ണസംഖ്യ കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, രണ്ട് വഴി മനുഷ്യന്റെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. നാം പഠിക്കുന്ന പുസ്തകം പോലെ, നാം വായിക്കുന്ന പുസ്തകം പോലെ രണ്ട് വഴികൾ മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. നമുക്ക് തിരഞ്ഞെടുക്കാം. ഒന്ന് നാശത്തിന്റെ വഴി, രണ്ട് ജീവന്റെ വഴി. ജീവന്റെ വഴി എന്ന് പറയുന്നത് ഇടുക്കമാണ്, അത് ഞെരുക്കമുള്ളതാണ്, കഷ്ടതയുള്ളതാണ്, ഭാരമുള്ളതാണ്. എന്നാൽ നാശത്തിന്റെ വഴി എന്ന് പറയുന്നത് വിശാലമായിട്ട് കിടക്കുക, നമുക്ക് എങ്ങനെ സഞ്ചരിക്കാം. പക്ഷേ അതിന്റെ അന്തർഗത അഗാധം എന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത് നിത്യനാശമാണ്, നരകമാണ്, നിത്യമായ ദണ്ഡനമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യന് ഈ രണ്ട് വഴിയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട്, അനുവാദമുണ്ട്. മറ്റൊരു ആളുടെ പ്രേരണ കൊണ്ടല്ല, സ്വന്തം ഇംഗിതത്താൽ, സ്വന്തം ചിന്തയ്ക്ക്, സ്വന്തം ബുദ്ധിക്ക് തീരുമാനമെടുക്കാം. ഞാൻ എങ്ങനെ സഞ്ചരിക്കണം, ഏത് വഴി സഞ്ചരിക്കണം, എവിടെ ചെന്നാൽ മോക്ഷ മാർഗം ഉണ്ടാകുവാനിടയായി തീരും, എവിടെ ഇതിനെ സഞ്ചരിച്ചാൽ എനിക്ക് നിത്യയിലെത്തിച്ചേരുവാനുള്ളതായ തിരഞ്ഞെടുപ്പ് ഈ ഭൂമിയിൽ വെച്ച് മനുഷ്യൻ ചെയ്യേണ്ടതാകുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്ന ക്രിസ്തുവിനെ അനുകരിക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് കാലത്ത് കേൾക്കേണ്ടതായ ചിന്ത ഇതാണ്: മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ടിട്ടുള്ള ഒരു നാമവുമില്ല. വിശുദ്ധ ബൈബിൾ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് ദൈവത്തിന്റെ കോപത്തിന്റെ ദിവസങ്ങളുണ്ട്. അതിലൊന്ന് നീതിമാനായ നോഹ വസിച്ച കാലഘട്ടമാണ്. സ്നേഹിതരെ, ഈ കഥ, ഈ ചരിത്രം ഒരു കെട്ടുകഥയല്ല. വിശുദ്ധ ബൈബിൾ പഠിച്ചിട്ടുള്ള ക്രിസ്ത്യാനികളായി ജീവിക്കുന്ന, ക്രിസ്തുവിനെ അനുകരിക്കുന്ന, ക്രിസ്തുവിനെ ആരാധിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, തുറന്നു ബൈബിൾ വായിക്കുന്ന എല്ലാ ക്രൈസ്തവർക്കും എണ്ണമറ്റ പുള്ളിയിട്ട് അക്കമറ്റ പറയാൻ കഴിയുന്ന ഒരു ചരിത്ര സംഭവമാണ് നോഹയുടെ ചരിത്രം എന്ന് പറയുന്നത്. എന്താണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നോഹ എന്ന് പറയുന്ന നീതിമാനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. നോഹയുടെ കാലഘട്ടം വഷളത്വം നിറഞ്ഞു, പാപം നിറഞ്ഞു. പാപത്താൽ നിലയപ്പെട്ടതായ ഭൂമിയെ കണ്ടുകൊണ്ട് പരിശുദ്ധനായ ദൈവം പറഞ്ഞു, നോഹേ, ഞാൻ ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ പോവുകയാണ്. എന്നിട്ട് പറയാണ്, നീ നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർക്കണം. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യന്റെ പാപം പെരുകുന്ന സമയങ്ങളിലെല്ലാം ദൈവം മനുഷ്യന്റെ ശിക്ഷയ്ക്ക് വേണ്ടി ഓരോ പദ്ധതി ഒരുക്കും. ആ പദ്ധതിയിൽ ഒന്നായിരുന്നു ജലപ്രളയം എന്ന് പറയുന്നത്.
നമുക്കറിയാം, ജലപ്രളയം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമസന്ധതികളും വിപത്തുകളും ഒക്കെ അറിയാഞ്ഞൊരു പെണ്ണുങ്ങളോട് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. സ്നേഹിതരെ, എന്താ സംഭവിച്ചത്? നോഹയോട് പറയുന്ന ദൈവം ഈ ദേശത്തെ ജനത്തെ നശിപ്പിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം പറയണം, ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ പോകുന്നത് കൊണ്ട് നീ നിന്റെ ചാർച്ചക്കാരോടും ദേശക്കാരോടും പറയണം, ഞാൻ ഭൂമിയെ നശിപ്പിക്കാൻ പറ്റണം, മാനസാന്തരപ്പെടണം. കവലകളിൽ, വഴിയോരങ്ങളിൽ, തെരുവുകളിൽ, വീടിന്റെ മുറ്റത്ത്, പള്ളിയങ്കണത്തിലൊക്കെ വെച്ച് ഇന്നിന്റെ മണ്ണിൽ ക്രൈസ്തവരായി ക്രിസ്തുവിനെ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട കർത്തൃമേശ ഉൾക്കൊണ്ട് പരിശുദ്ധാത്മയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ കവലവാരങ്ങൾ വിളിച്ചു പറയുന്ന അതേ സ്വരത്തിൽ നോഹ അന്ന് ഈ വാക്കുകൾ വിളിച്ചു പറഞ്ഞു. എന്നാൽ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ജനം നോഹയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ തിരസ്കരിച്ചുകൊണ്ട് അത് ഏറ്റെടുക്കുവാൻ കഴിയാത്തവരായി നോഹയോട് മറുതലിച്ചിരുന്നു. സമയങ്ങൾ കഴിഞ്ഞുപോയി, കാലങ്ങൾ കഴിഞ്ഞുപോയി, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഏതാണ്ട് 40-ൽ പരം ദിവസങ്ങൾ നോഹ ദേശത്തോട് സംസാരിച്ചു. വരുവാൻ പോകുന്ന വിപത്തിനെ ഏർപ്പെടുവാനിടയായിട്ടു. എന്നാൽ ചെവി കൊടുക്കാതെ, കാണുവാൻ കഴിയാതെ മാറിക്കടന്നു പോകാൻ മനുഷ്യനെ ദൈവം നശിപ്പിക്കാൻ തയ്യാറായി. നോഹ പറഞ്ഞു, നോഹേ, നീ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർക്കണം. അനുസരണബോധമുള്ളവനായി നോഹ ആ പെട്ടകം പണിയാൻ. നമുക്കറിയാം, ക്രൈസ്തവർക്കറിയാം, വേദപുസ്തകം പഠിക്കുന്ന പിതാവിനറിയാം, ഈ നാട്ടുകാരോട് പറയേണ്ട കാര്യമില്ലെന്നും 3 തട്ടുകളായി ആ പെട്ടകം നിർമ്മിക്കുകയാണ്. അനന്തരം ദൈവം പറഞ്ഞതുപോലെ 40 രാവും 40 പകലും മഴ പെയ്തു. എന്താണ് അവിടെ സംഭവിച്ചത്? വെള്ളം പൊങ്ങിത്തുടങ്ങി. തൽക്ഷണം നോഹയും തന്റെ കുടുംബവും 8 പേരടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം, ജനങ്ങൾ നിരവധിയുള്ള പ്രൗഢിപൂരമായ വീടുകളുള്ള, വിദ്യാസമ്പന്നതയുള്ള, കോമളത്തമുള്ളവർ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ നോഹയും തന്റെ കുടുംബവും പെട്ടകത്തിനകത്ത് വെള്ളത്തിൽ പൊങ്ങിത്തുടങ്ങി. എന്തായിരുന്നു അത്? വഷളത്തോട് വഷളം ചെയ്ത്, പാപത്തോട് പാപം കൂടി ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കാതെ, നോഹയുടെ വാക്കിന് വില കൊടുക്കാതെ ദൈവത്തോട് മറുതലിച്ചപ്പോൾ ദൈവം മനുഷ്യനെ നശിപ്പിക്കുവാൻ തയ്യാറായി. തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടായിരുന്നു, രക്ഷപ്പെടാൻ മാർഗമുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചത്? അനുസരണമുള്ളവൻ അനുസരിച്ചപ്പോൾ അവൻ ആ ആപത്തിൽ രക്ഷപ്പെടുവാനിടയായി തീർന്നു. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്. എന്റെ പ്രിയ സഹോദരങ്ങൾ, വായിച്ചിട്ട് 10 വർഷങ്ങൾക്ക് പിന്നിൽ മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഇങ്ങനെ എന്താണ് ആ വാർത്ത? ആ വാർത്ത ഇങ്ങനെയാണ്, ഞാൻ പറയാം. നോഹയുടെ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്താണ് നോഹയുടെ പെട്ടകം? ദൈവം പറഞ്ഞ കോപത്തിന്റെ ശിക്ഷ വന്നപ്പോ രക്ഷപ്പെടാൻ നോഹ ഉപയോഗിച്ച പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുത്തു. ഇതിന്റെ അർത്ഥമെന്താ? പാപത്തോട് പാപം കൂട്ടി മാതാവെന്നോ പിതാവെന്നോ സഹോദരവർഗമെന്നോ ചിന്തയില്ലാതെ പാപത്തിൽ പരിജീവിക്കുന്ന മനുഷ്യനെ ദൈവം നശിപ്പിച്ചപ്പോ ദൈവത്തിന്റെ വാക്ക് കേട്ട് പെട്ടകം തീർത്ത ഒരു കുടുംബം രക്ഷപ്പെട്ടതിന്റെ ചരിത്രമാണ് മനോരമ പത്രത്തിൽ കാലാന്തരത്തിൽ വാർത്തയായിട്ട് വന്നത്.